ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ആദിനാഥ്. ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ ഏത്തക്കായ ഇല്ലേ, ഏത്തക്കായുടെ തോല് വെച്ച് ഒരു തോരൻ ഉണ്ടാക്കിയാലോ. നമ്മൾ ചിപ്സിനെല്ലാം എടുത്തിട്ട് വേസ്റ്റിൽ കളയുന്ന ഈ ഏത്തക്കായുടെ തോല് വെച്ച് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഏത്തക്കായ തോല് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പരിപ്പ് ഒരു 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ അത്യാവശ്യമായിട്ടുള്ളത് കടുക്, മഞ്ഞൾപ്പൊടി, ഇടിയൻമുളക്, ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ. പിന്നെ ഇത് വഴറ്റാൻ ആവശ്യമായ സവാള എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരു 2 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വറ്റൽമുളക്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ചേർക്കുകയാണ്. കടുക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വറ്റൽ മുളക് ഉണ്ടല്ലോ, അതൊന്ന് അതിലോട്ട് എടുത്തിടാം. അതൊന്ന് ഇതായതിനു ശേഷം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് മുഴുവനായിട്ട് ഇടുക. ഇട്ടതിന് ശേഷം ഈ സവാള നല്ലോണം വഴറ്റിയെടുക്കുക. സവാള വഴണ്ടതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നല്ലോണം വഴണ്ട് വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ സവാള നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തീ കുറച്ചിട്ടിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇടിയൻമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇത് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടണം. ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ആ മുളകൊക്കെ മുരിഞ്ഞു വരുന്ന നല്ല സ്മെല്ലാണ്. ആ വെളിച്ചെണ്ണ കിടന്ന് മുരിഞ്ഞുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ് വരുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് യോജിപ്പിക്കുക മാത്രം ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റായ പരിപ്പും പച്ചക്കായയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഇത് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിൽ
ബാലൻസ് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ആ പച്ച വെളിച്ചെണ്ണയും കൂടി അതിലോട്ട് ചെല്ലുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. ഇത് ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ആ ചൂടിലിരുന്ന് ആ ആവിവെള്ളം തട്ടുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടാകുന്നതാണ്. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ അടിപൊളി വിഭവമായ തോരൻ റെഡി. ഏത്തക്കായുടെ തോല് വെച്ചൊരു തോരൻ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതാ അടിപൊളി ടേസ്റ്റ് നമ്മുടെ തോരൻ റെഡി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ബട്ടണും ഒന്ന് അനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.